വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സിറ്റി എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. അധ്യായം 449. സാമൂഹ്യ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ദുരന്തങ്ങൾ തിരിച്ചറിയുക. സാമൂഹ്യ മാധ്യമങ്ങൾ നാം ജീവിക്കുന്ന കാലത്ത് വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ജീവിതത്തെ ശക്തമായി സ്വാധീനിക്കുന്ന അത്യാവശ്യ വേദികളായി മാറിയിരിക്കുന്നു. ശരിയായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അവ സൃഷ്ടിക്കുന്ന സാമൂഹ്യ പരിസരവും സ്വാധീനവും വളരെ വലുതാണ്. കുടുംബ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും മാത്രമല്ല, പ്രൊഫഷണൽ രംഗത്തും സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളുടെ പോസിറ്റീവ് വശങ്ങളെ ഇനി പറയും പ്രകാരം സംഗ്രഹിക്കാമെന്ന് തോന്നുന്നു. 1. ബന്ധങ്ങളുടെ വിപുലീകരണം. ദൂരമകറ്റി മനുഷ്യരെ ബന്ധിപ്പിക്കുന്നതിൽ സാമൂഹ്യ മാധ്യമങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നു. കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എല്ലാവരെയും ഒരൊറ്റ ക്ലിക്കിൽ അടുത്താക്കുന്നു. സമാന മനസ്കരുമായി സൗഹൃദം സ്ഥാപിക്കാനും നിലനിർത്താനും സാമൂഹ്യ മാധ്യമങ്ങൾ ഏറെ സഹായകമാണ്. വാട്സപ്പ്, ഫേസ്ബുക്ക് കൂട്ടായ്മകളിലൂടെ നിരവധി സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പരിപാടികളാണ് നടക്കുന്നത്. 2. അറിവിൻ്റെയും വാർത്തകളുടെയും വേഗത. ലോകത്തിൻ്റെ ഏതൊരു കോണിലുമുള്ള സംഭവങ്ങളും തത്സമയം അറിയാൻ സാധിക്കുന്നു. വിദ്യാഭ്യാസം, ശാസ്ത്രം, ആരോഗ്യബോധവൽക്കരണം, സാമൂഹ്യ വിഷയങ്ങൾ എല്ലാം ശരവേഗത്തിൽ വ്യാപിക്കുന്നു. വിവരങ്ങളുടെ നിജസ്ഥിതിയും ഉറവിടങ്ങളും കൃത്യമായാൽ ഏറ്റവും സൗകര്യപ്രദമായ പ്ലാറ്റ്ഫോമായി സാമൂഹ്യ മാധ്യമങ്ങൾ മാറും. 3. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള വേദി. ഓരോ വ്യക്തിക്കും തൻ്റെ അഭിപ്രായങ്ങൾ, ചിന്തകൾ, അനുഭവങ്ങൾ, പ്രതീക്ഷകൾ തുടങ്ങിയവ സ്വതന്ത്രമായി പങ്കുവയ്ക്കാൻ സാമൂഹ്യ മാധ്യമങ്ങൾ അവസരം നൽകുന്നു. ഇത് ജനാധിപത്യ മൂല്യങ്ങളെ ശക്തിപ്പെടുത്തുന്നു. 4. വിദ്യാഭ്യാസവും പഠനവും. ഓൺലൈൻ ക്ലാസുകൾ, പഠന ഗ്രൂപ്പുകൾ, അറിവ് പങ്കിടൽ തുടങ്ങി വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹ്യ മാധ്യമങ്ങൾ സൃഷ്ടിച്ച മാറ്റം വളരെ വലുതാണ്. 5. ബിസിനസ്സും തൊഴിലും. ചെറുകിട സംരംഭങ്ങൾ മുതൽ വലിയ സ്ഥാപനങ്ങൾ വരെ ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ് തുടങ്ങിയവയൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളെ വ്യാപകമായി പ്രയോജനപ്പെടുത്തുന്നു. 6. സാമൂഹിക ബോധവും ഐക്യവും. സാമൂഹ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും ജനങ്ങളെ ഐക്യത്തിലേക്ക് നയിക്കാനും സാമൂഹ്യ മാധ്യമങ്ങൾ സഹായിക്കുന്നു. ദുരിത സമയങ്ങളിൽ സഹായഹസ്തങ്ങൾ കൂട്ടിച്ചേർക്കുന്ന വേദിയായും ഇവ മാറും. 7. സൃഷ്ടിപരമായ പ്രകടനം. എഴുത്തുകാർ, കലാകാരന്മാർ, സംഗീതജ്ഞർ, ഫോട്ടോഗ്രാഫർമാർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തട്ടുകളിലുള്ളവർക്ക് സ്വന്തം കഴിവുകൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാനുള്ള സുവർണാവസരമാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഒരുക്കുന്നത്. 8. വ്യക്തിഗത വളർച്ച. പ്രചോദനാത്മക ഉള്ളടക്കങ്ങൾ, സ്വയം വികസന ആശയങ്ങൾ, ആരോഗ്യ ജീവിതശൈലി, ബോധവൽക്കരണം തുടങ്ങി വ്യക്തിയെ മികച്ചതിലേക്ക് നയിക്കുന്ന നിരവധി ഘടകങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങൾ സംവിധാനിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളെ ശത്രുവായി കാണേണ്ടതില്ല. ബോധത്തോടെ ഉപയോഗിക്കുമ്പോൾ അത് സുഹൃത്താണ്. ഉപയോഗം നമുക്ക് വേണ്ടി പ്രവർത്തിക്കണം. നമ്മൾ ഒരിക്കലും അതിൻ്റെ അടിമകളാകരുത്. സാമൂഹ്യ മാധ്യമങ്ങൾ മനുഷ്യരെ ബന്ധിപ്പിക്കുന്ന ശക്തമായ ഉപകരണങ്ങളാണെങ്കിലും അവ നിയന്ത്രണമില്ലാതെ ഉപയോഗിക്കുമ്പോൾ നിരവധി ദുരന്തങ്ങൾ സൃഷ്ടിക്കാനും കഴിയുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടാകുന്ന ലോകത്ത് വളരെ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. 1. മാനസികാരോഗ്യ പ്രതിസന്ധികൾ. തുടർച്ചയായ താരതമ്യവും ലൈക്കുകളും ഫോളോവേഴ്സും കേന്ദ്രീകരിച്ചുള്ള ജീവിതം ഉത്കണ്ഠ, ആത്മവിശ്വാസക്കുറവ് എന്നിവയ്ക്ക് വഴിയൊരുക്കുന്നു. പ്രത്യേകിച്ച് കുട്ടികളിലും യുവാക്കളിലും ഇത് ഗുരുതരമാകാം. 2. വ്യാജവാർത്തയും തെറ്റായ പ്രചാരണങ്ങളും. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വ്യാജവാർത്തകൾ അതിവേഗം പടരുന്നു. ഇത് സമൂഹത്തിൽ ഭയം, വിദ്വേഷം, കലാപം എന്നിവ സൃഷ്ടിക്കുകയും പൊതുസമാധാനം തകർക്കുകയും ചെയ്യുന്നു. 3. സൈബർ പീഡനവും അധിക്ഷേപവും. അജ്ഞാതയുടെ മറവിൽ നടക്കുന്ന സൈബർ ബുള്ളിയിങ് വ്യക്തികളുടെ ആത്മവീര്യം തകർക്കുകയും ചിലരെ ആത്മഹത്യയിലേക്ക് പോലും തള്ളിവിടുകയും ചെയ്യുന്നു. 4. ബന്ധങ്ങളുടെ തകർച്ച. വിർച്വൽ ബന്ധങ്ങൾ വർദ്ധിക്കുമ്പോൾ യഥാർത്ഥ മനുഷ്യബന്ധങ്ങൾ ദുർബലമാകുന്നു. കുടുംബ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും അകലവും സംശയവും വളരുന്നു. 5. സമയനാശവും ലഹരി സ്വഭാവവും. അമിതമായ ഉപയോഗം സമയം നഷ്ടപ്പെടുത്തുന്ന ലഹരിയായി മാറുന്നു. പഠനം, ജോലി, ആരോഗ്യപരമായ ജീവിതക്രമം എന്നിവയെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നു. 6. സ്വകാര്യതയുടെ ലംഘനം. വ്യക്തിഗത വിവരങ്ങളുടെ അമിത പങ്കുവെപ്പ്, തട്ടിപ്പ്, ബ്ലാക്ക്മെയിൽ, ഐഡന്റിറ്റി മോഷണം എന്നിവയ്ക്ക് വഴിയൊരുക്കുന്നു. 7. സാമൂഹിക ധ്രുവീകരണം. ചില ഉള്ളടക്കങ്ങൾ സമൂഹത്തെ വിഭാഗീയതയിലേക്കും അസഹിഷ്ണുതയിലേക്കും നയിക്കുന്നു. ക്രമേണ സംവാദത്തിന്റെ സംസ്കാരം ക്ഷയിക്കുകയും സാമൂഹിക ധ്രുവീകരണം സംഭവിക്കുകയും ചെയ്യുന്നു. 8. മൂല്യനാശം. അശ്ലീലത, അക്രമം, ഉപഭോഗവാദം എന്നിവ സാധാരണവൽക്കരിക്കപ്പെടുമ്പോൾ നൈതിക മൂല്യങ്ങൾ ക്ഷയിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ ഉപകാരമാകണം, ഉപദ്രവമാകരുത്. നിയന്ത്രണമുള്ള ഉപയോഗം, അതാണ് സുരക്ഷ.
ബോധപൂർവമായ ഉപയോഗം. അതാണ് വിജയം. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സപ്പ് നമ്പറിലോ ceomediaplus@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.